ഹായ്, ഇന്ന് നമ്മൾ കോവയ്ക്ക വെച്ചിട്ടൊരു കറി ഉണ്ടാക്കാൻ പോവുകയാണ്. അതിനുവേണ്ടി കോവയ്ക്ക നല്ലപോലെ കഴുകി വൃത്തിയാക്കി എടുക്കുക. നീളത്തിലാണ് കോവയ്ക്ക അരിഞ്ഞെടുക്കേണ്ടത്. നീളത്തിലരിഞ്ഞെടുക്കുക. അപ്പോൾ കറി ഉണ്ടാക്കാൻ തുടങ്ങാം. ആദ്യം തന്നെ ഒരു പാൻ വെച്ച് അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിക്കുക. കുറച്ച് കടുകിടുക, പിന്നെ കുറച്ച് ഉലുവ. ഇത് രണ്ടും പൊട്ടിക്കഴിയുമ്പോഴേക്കും അരിഞ്ഞു വെച്ചിട്ടുള്ള ഇഞ്ചി ചേർക്കുക. ഒരു ചെറിയ കഷ്ണം ഇഞ്ചി, പിന്നെ കുറച്ച് വെളുത്തുള്ളി. ഇത് രണ്ടും നല്ലപോലെ മൊരിഞ്ഞ് വരുമ്പോഴത്തേക്കിനും ചെറുതായിട്ട് അരിഞ്ഞു വെച്ചിട്ടുള്ള സവാളയും കൂടെ ചേർത്ത് നല്ലപോലെ വഴറ്റുക. 2-3 പച്ചമുളകും കൂടി ചേർക്കുക. ആവശ്യത്തിന് ഉപ്പും കൂടെ ചേർക്കുക. സവാള നല്ലപോലെ വഴന്ന് വരുമ്പോഴത്തേക്കിനും കുറച്ച് മഞ്ഞൾപ്പൊടി, കുറച്ച് മല്ലിപ്പൊടിയും കൂടി ചേർത്ത് നല്ലപോലെ വഴറ്റുക. അതിനുശേഷം കുറച്ച് ആവശ്യത്തിന് എരിവിനുള്ള മുളക് പൊടിയും കൂടി ചേർത്ത് നല്ലപോലെ വഴറ്റിയെടുക്കണം. പിന്നെ അരിഞ്ഞു വെച്ചിട്ടുള്ള കോവയ്ക്കയും കൂടി ചേർത്ത് നല്ലപോലെ വഴറ്റുക. കോവയ്ക്ക നല്ലപോലെ വാടി കഴിയുമ്പോഴത്തേക്കിനും കുറച്ച് ചൂടുവെള്ളം കൂടി ചേർത്ത് നല്ലപോലെ വേവിക്കാൻ വയ്ക്കാം. കോവയ്ക്ക വേവുന്ന സമയം കൊണ്ട് കുറച്ച് തേങ്ങ ചിരവി നല്ലപോലെ മിക്സിയിൽ അരച്ചെടുക്കണം. കോവയ്ക്ക വെന്ത് കഴിയുമ്പോഴത്തേക്കും കുറച്ച് പുളി കൂടെ ചേർത്ത് കൊടുക്കാം. ഏത് പുളി വേണമെങ്കിലും ചേർക്കാം. കുടപ്പുളിയോ വാളംപുളിയോ നിങ്ങൾക്ക് എന്താണ് ഇഷ്ടമുള്ളത് അത് ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ കുടപ്പുളിയാണ് ചേർക്കുന്നത്. ഇപ്പോൾ കുടപ്പുളിയുടെ സീസൺ ആയതുകൊണ്ട് ഇതുപോലെ നല്ല പഴുത്ത കുടപ്പുളി ഇപ്പോൾ ഇവിടെ നല്ലപോലെ കിട്ടുവേ. അതുകൊണ്ടിട്ടാണ് ഞാൻ കുടപ്പുളി ചേർക്കുന്നത്. അപ്പോൾ പുളിയും കോവയ്ക്കയും നല്ലപോലെ വേവായി കഴിയുമ്പോഴത്തേക്കിനും നമുക്ക് അരച്ചു വെച്ചിട്ടുള്ള തേങ്ങ അരപ്പ് കൂടി ചേർക്കാം. തേങ്ങ മാത്രം അരച്ചാൽ മതി. അതിൽ വേറെ ജീരകം, ഉള്ളി അതൊന്നും ചേർക്കേണ്ട ആവശ്യമില്ല. ജസ്റ്റ് തേങ്ങ മാത്രം അരച്ച് കറിയിലേക്ക് ചേർക്കാം. മുളക് പൊടി ബാക്കിയുള്ള കാര്യങ്ങൾ നമ്മൾ ആദ്യമേ ചേർത്തതുകൊണ്ട് തേങ്ങയുടെ ഒപ്പം വേറെ ഒന്നും ചേർക്കേണ്ട. തേങ്ങ മാത്രം അരച്ച് ചേർത്താൽ മതി. തേങ്ങ അരപ്പും കൂടെ ചേർത്തതിന് ശേഷം ഒരു 10 മിനിറ്റും കൂടെ കറി നല്ലപോലെ തിളപ്പിക്കുക. 10 മിനിറ്റ് തിളപ്പിക്കുമ്പോഴേക്കും കറി നല്ലപോലെ കുറുകി ആവശ്യത്തിന് പാകത്തിന് കിട്ടും. കറി റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ഇനി കോവയ്ക്ക കിട്ടുമ്പോൾ ഈ റെസിപ്പി ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. നല്ല ടേസ്റ്റുള്ള കറിയാണിത്. ചോറിനൊപ്പമോ ചപ്പാത്തിയുടെ ഒപ്പമോ എന്തിൻ്റെ കൂടെയും നല്ല കോമ്പിനേഷനാണ്. എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് അഭിപ്രായം അറിയിക്കാൻ മറക്കരുത് കേട്ടോ. കോവയ്ക്ക ഇഷ്ടമില്ലാത്തവർക്ക് പോലും ചിലപ്പോൾ ഇത് ഇഷ്ടപ്പെടാൻ ചാൻസ് ഉണ്ട്. കാരണം ഇത് നല്ല ടേസ്റ്റുള്ളൊരു കറിയാണ്. ചോറിൻ്റെ കൂടെയോ ചപ്പാത്തിയുടെ കൂടെയോ നമുക്ക് എന്തിൻ്റെ കൂടെ വേണമെങ്കിലും ഈ കറി നല്ലൊരു കോമ്പിനേഷനായിട്ട് ഉപയോഗിക്കാൻ പറ്റും. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയിട്ട് അഭിപ്രായം അറിയിക്കണേ. ഇതുപോലുള്ള സിമ്പിൾ റെസിപ്പികൾക്ക് വേണ്ടി ഈ ചാനൽ പേജ് ഒന്ന് കയറി നോക്കിയാൽ മതി. ഓക്കെ.